everyone, welcome to FABTAFT. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച മണമൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കണം. വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്ന ടൈം ആകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പീസസ് ഒന്നും ഇല്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച അരിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കണം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ പൊട്ടാറ്റോ അത് വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ട് കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണ് മാവ് ഉണ്ടാവാൻ. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം ഈ മാവ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു പീസ് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഫ്രീസറിൽ കേട് കൂടാണ്ടിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവാൻ. ഒറിഗാനോ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഒറിഗാനോ ഒക്കെ ചേർക്കുന്ന ടൈമിൽ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.